ഹൈ പെർഫോമർ ആയിട്ടുള്ള ആളുകളുടെ ഒരു പ്രത്യേക ക്യാരക്ടർ കൂടി പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നമ്മൾ ഇൻറ്റേർണൽ ഫോഴ്സസിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 5 ഫോഴ്സസ് ഓഫ് നെസസിറ്റിയിൽ 2 ഇൻറ്റേർണൽ ഫോഴ്സസ് നമ്മൾ ഒന്ന് പറഞ്ഞു, ഒബ്സഷൻ ഫോർ അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് മാസ്റ്ററിങ് എ ടോപ്പിക് പറഞ്ഞു. രണ്ടാമത്തെ കാര്യമാണ് സോഷ്യൽ ഡ്യൂട്ടി, ഒബ്ലിഗേഷൻ ആൻഡ് പർപ്പസ്. ഈ വിഷയം നാം ചിന്തിക്കേണ്ടത് വളരെയധികം ആവശ്യമാണ്. ഹൈ പെർഫോമർ ആയിട്ട് ആളുകൾ തങ്ങൾ ചെയ്യുന്ന ടാസ്കുകൾ തങ്ങളൊരു സോഷ്യൽ പർപ്പസ് അല്ലെങ്കിൽ സോഷ്യലി ഒബ്ലിഗ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ സമൂഹത്തോട് ഉത്തരവാദിത്തമായിട്ട് കൂടിയാണ് അവർ കാണുന്നത്. അതുകൊണ്ട് തന്നെ അവരൊരു കാര്യം ചെയ്യുമ്പോൾ എങ്ങനെ ഏറ്റവും മികച്ചതാക്കാമെന്ന് ശ്രമിക്കുന്നു. അവരുടെ ചിന്ത താൻ ഈ കാര്യം ചെയ്യുമ്പോൾ അത് മറ്റുള്ളവരെ കൂടി അഫക്റ്റ് ചെയ്യുന്നുണ്ട്, മറ്റുള്ളവർക്ക് കൂടി മീനിങ്സ് കൊടുക്കുന്നുണ്ട്, മറ്റുള്ളവരുടെ ജീവിതത്തിലും മാറ്റം വരുത്തുന്നുണ്ട്. ആ ഒരു സോഷ്യൽ ഡ്യൂട്ടി, ഒബ്ലിഗേഷൻ അല്ലെങ്കിൽ പർപ്പസ്, ഈ കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ട് എന്തൊക്കെയോ മാറ്റം സമൂഹത്തിന് ഉണ്ടാകുന്നുണ്ടോ എന്നുള്ള ചിന്തയാണ് അവർക്കുള്ളത്. അതുകൊണ്ട് തന്നെ അവർ കംപ്ലൈൻറ്റ് ചെയ്യുക എന്നുള്ള സ്വഭാവം തീരെ കുറവാണ്. പ്രശ്നങ്ങളുണ്ടായിരിക്കാം, ബുദ്ധിമുട്ടുണ്ടായിരിക്കാം. ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്ന ആളായിരിക്കാം. കമ്പനിയിൽ ജോലി ചെയ്യുമ്പോൾ കമ്പനിയുടെ കുറേ പ്രശ്നങ്ങൾ കൊണ്ട് അദ്ദേഹത്തിന് വേണ്ടത് പെർഫോം ചെയ്യാൻ സാധിക്കുന്നില്ലായിരിക്കാം. പക്ഷേ കംപ്ലൈൻറ്റ് ചെയ്യുക എന്നുള്ളത് അവരുടെ ഹാബിറ്റിൻ്റെ പാർട്ടല്ല. അവർ എങ്ങനെ തങ്ങളുടെ കസ്റ്റമറെ സാറ്റിസ്ഫൈ ചെയ്യാം, എങ്ങനെ കൂടുതൽ വാല്യൂ കൊണ്ടുവരാം. താൻ ചെയ്യുന്ന കാര്യം ഒരു സോഷ്യൽ പർപ്പസ് കൂടിയാണ്. അത് തൻ്റെ റെസ്പോൺസിബിലിറ്റി എന്നതിനേക്കാൾ അപ്പുറം തൻ്റെ ഡ്യൂട്ടി കൂടിയാണെന്നുള്ള ചിന്തയാണ് അവർക്കുള്ളത്. അതുകൊണ്ട് തന്നെ ആ വിഷയത്തിൽ ഒരു ഉത്തരവാദിത്വം എന്നതിനേക്കാൾ അപ്പുറമായിട്ട് അവരതിനെ ഓൺ ചെയ്യാനും അത് ഏറ്റവും ബെസ്റ്റ് ചെയ്യാനുമായിട്ട് ശ്രമിക്കും. നമുക്കറിയാം, മാതാപിതാക്കൾ കുഞ്ഞുങ്ങളൊക്കെ വളർത്തുമ്പോൾ ചിലപ്പോൾ രാത്രി കുഞ്ഞുങ്ങൾ കരയും, ചിലപ്പോൾ കുഞ്ഞുങ്ങൾ മൂത്രമൊഴിക്കും, ഡയപ്പറൊക്കെ മാറേണ്ടതായിട്ട് വരും. അപ്പോൾ ഈ മാതാപിതാക്കൾ അല്ലെങ്കിൽ അമ്മയായിരിക്കും അധികവും സമയത്ത് രാത്രി ഉറക്കത്തിൽ എഴുന്നേറ്റ് കുഞ്ഞിന് ഡയപ്പർ മാറിക്കുകയും കുഞ്ഞിന് ഫീഡ് ചെയ്യുകയും എല്ലാം ചെയ്യുന്നു. അപ്പോൾ അത് അവർക്കൊരു ഈ കാര്യം ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇതൊരു സോഷ്യൽ പർപ്പസ്, അതിൻ്റെ ഡ്യൂട്ടിയാണ്. അത് ബുദ്ധിമുട്ടാണെങ്കിൽ കൂടിയും അത് ചെയ്യുക എന്നുള്ളത് തൻ്റെ ഒരു ഇൻബിൽറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇൻസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ഒരു ഉത്തരവാദിത്തമാണ് എന്നുള്ളൊരു തോന്നൽ അവർക്കുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഹൈ പെർഫോമർ ആയ ആളുകളൊക്കെയും എപ്പോഴും ആ ഒരു മിഷൻ അല്ലെങ്കിൽ ആ ഒരു കോളിംഗ്, ആ ഒരു വിഷനുള്ള ആളുകളാണ്. വെറുതെ ഒരു ജോലി ചെയ്യുകയല്ല, അവർ വെറുതെ ഒരു ടാസ്ക് ചെയ്യുകയല്ല, അതിന് പൂർണ്ണ ഉത്തരവാദിത്തം, തങ്ങളുടെ ഉത്തരവാദിത്തമാണ് അത് ചെയ്യുക. ആര് പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും, ആര് നോക്കിയാലും നോക്കിയില്ലെങ്കിലും തങ്ങളുടെ സിഗ്നേച്ചറാണ് ഇതിൻ്റെ ഔട്ട്കം എന്ന് പറയുന്നത്. ചിലപ്പോൾ നമ്മുടെ കസ്റ്റമർ ആയിരിക്കാം, നമ്മുടെ പ്രൊഡക്റ്റ് ആയിരിക്കാം, നമ്മുടെ സർവീസ് ആയിരിക്കാം, അതിലേറ്റവും മികച്ചത് കൊണ്ടുവരാൻ വേണ്ടിയാണ് തങ്ങൾ ഉത്തരവാദിത്തമായി അവർ കാണുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ചാൽ മതി, നാം ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ആളായിരിക്കാം, അല്ലെങ്കിൽ സെൽഫ് കൺസൾട്ടൻ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ക്ലയൻറ്റുമായിട്ട് കസ്റ്റമറായിട്ട് ഡീൽ ചെയ്യുന്ന ആളായിരിക്കാം. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഒരു ഡ്യൂട്ടി ആയിട്ടാണോ ചെയ്യുന്നത്, അതെയോ ഒരു തലവേദനയാണോ അല്ലെങ്കിൽ ഒരു റെസ്പോൺസിബിലിറ്റി എന്നുള്ള ആംഗിളിലാണോ ചെയ്യുന്നത് എന്നുള്ളത് ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ടതായിട്ടുള്ളൊരു ഹാബിറ്റായി ഹൈലി പെർഫോമിംഗ് ആയിട്ടുള്ള ആളുകളിൽ കണ്ട ഒരു കാര്യമാണ്. മറ്റൊരു കാര്യം കൂടി ഞാൻ പറയാം. ഈ റിയൽ ഡെഡ് ലൈൻസ് വളരെയധികം പ്രതീക്ഷിക്കുന്ന ആളുകളാണ്. നമ്മൾ സാധാരണ ഒരു ജോലി ചെയ്യുമ്പോൾ ഹാർഡായിട്ട് ഡെഡ് ലൈൻസ്, ഇത് ഇന്ന ദിവസം ചെയ്ത് തീർത്തിരിക്കണം എന്നുള്ള നിർബന്ധമെല്ലാം പിടിക്കും. എന്നാൽ ഇവർ ഈ ഹാർഡ് ഡെഡ് ലൈനേക്കാൾ അപ്പുറമായിട്ട് റിയൽ ഡെഡ് ലൈൻ, യഥാർത്ഥത്തിൽ ഒരു ഡെഡ് ലൈൻ ഈ കാര്യത്തിലുണ്ടോ? ഒരു കാര്യം ചെയ്യാനായിട്ട് ആവശ്യപ്പെടുമ്പോൾ അവർ ചിന്തിക്കുന്നതിൽ അവർ ആഗ്രഹിക്കുന്ന ഇന്ന സമയത്ത് ഇന്ന രീതിയിൽ പൂർത്തീകരിക്കണമെന്ന് മറ്റവർ ആവശ്യപ്പെടുന്നുണ്ടോ എന്നുള്ളതാണ്. ഇവർ ഒരു ടാസ്ക് എടുക്കുമ്പോൾ അവർ റിയൽ ആയിട്ടുള്ള എന്ന് കൃത്യമായി മീനിങ്ഫുള്ളായി ഇത് കംപ്ലീറ്റ് ചെയ്യണമെന്നുള്ള ഒരു റിയൽ ഡെഡ് ലൈൻ അവരിടാൻ വളരെയധികം സാധ്യത കൂടുതലാണ്. അതാണ് ഡ്യൂട്ടി അല്ലെങ്കിൽ ഒബ്ലിഗേഷൻ എന്ന് പറയുന്നത്. ഒരു കാര്യത്തിൽ പർപ്പസ് കണ്ടെത്തുകയും അത് ഒരു റിയൽ ആയിട്ടുള്ള ഡെഡ് ലൈൻ അവരെ നന്നായി പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ആണെങ്കിൽ തന്നെയും ഹൈ പെർഫോമർ ആകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു റിയൽ ആയിട്ടുള്ള ഹാർഡ് ഡെഡ് ലൈൻ അല്ല, പ്രഷർ ചെയ്ത ആളുകളെ ബുദ്ധിമുട്ടിക്കുന്നതല്ല, റിയലിസ്റ്റിക് ആയിട്ടുള്ള റിയൽ ആയിട്ടുള്ള ഡെഡ് ലൈൻ നമ്മൾ അതിനെ കണ്ടെത്തുവാനായിട്ട് തീർച്ചയായും ശ്രമിക്കേണ്ടത് വളരെ ആവശ്യമാണ്. അപ്പോൾ ഈ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നാം തീർച്ചയായും ഓർക്കുക. ഒരു സോഷ്യൽ ഡ്യൂട്ടിയായി, ഒബ്ലിഗേഷനായി, ഒരു പർപ്പസ് അല്ലെങ്കിൽ മീനിങ് ആയുള്ള കാര്യമായി കണ്ടെത്തിക്കൊണ്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുമ്പോഴാണ് യഥാർത്ഥത്തിലുള്ള ഒരു മാറ്റത്തിലേക്ക് വരുവാനായിട്ട് സാധിക്കുന്നത്. ഈ ടാസ്ക് ചെയ്യുന്ന ഹൈ പെർഫോമിംഗ് ആളുകൾ എപ്പോഴും മനസ്സിലാക്കുന്നത്, തങ്ങൾ ഒരു കാര്യം സമയത്ത് പൂർത്തീകരിച്ചില്ല എങ്കിൽ, അതല്ലെങ്കിൽ വേണ്ട രീതിയിൽ ക്വാളിറ്റിയോടെ മികവുറ്റ രീതിയിൽ ഡെലിവറി ചെയ്തിട്ടില്ലെങ്കിൽ അത് മറ്റുള്ളവരെ ബാധിക്കും. തങ്ങളുടെ ക്ലയൻറ്റിനെ അല്ലെങ്കിൽ തങ്ങളുടെ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ, തങ്ങളുടെ പിയർ ഗ്രൂപ്പിനെ ബാധിക്കും. തങ്ങളുടെ ടാസ്കിൽ ഡിലേ വരികയോ അല്ലെങ്കിൽ ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യുകയോ ചെയ്താൽ തങ്ങൾ വർക്ക് ചെയ്യുന്ന റെപ്രസെൻ്റ് ചെയ്യുന്ന സ്ഥാപനത്തെ ബാധിക്കും.
അതുപോലെ സമയത്തും കൃത്യമായി അത് ഡെലിവറി ചെയ്തില്ലെങ്കിൽ തങ്ങളെയും തങ്ങളുടെ കമ്പനിയെയും റെപ്യൂട്ടേഷനെയും ക്രെഡിബിലിറ്റിയും എല്ലാം ബാധിക്കും. അപ്പോൾ ആ ഒരു പ്രഷർ എന്നുണ്ടെങ്കിൽ തന്നെയും അതിനപ്പുറമായിട്ട് റിയൽ ആയിട്ടുള്ള സോഷ്യൽ ഒബ്ലിഗേഷൻ ഡ്യൂട്ടി ആയിട്ട് അവർ കാണുകയാണ്. അങ്ങനെ കാണാൻ കാരണം അത് ഒരു പണം നൽകുന്ന ഒരു ജോലി ആയതുകൊണ്ടോ അതല്ലെങ്കിൽ തങ്ങളുടെ ഉത്തരവാദിത്തത്തിൻ്റെ ഭാഗമായതുകൊണ്ടല്ല, അവർ അതിനകത്ത് പർപ്പസ് കണ്ടെത്തുകയാണ്, ഇതിലൂടെ ഒരു മീനിങ് കണ്ടെത്തുകയാണ്, അതിലൂടെ ഒരു സാറ്റിസ്ഫാക്ഷൻ കണ്ടെത്തുകയാണ്. അപ്പോൾ ഈ കാര്യങ്ങൾ ചിന്തിക്കുക, നമുക്ക് നമ്മുടെ ജോലിയിൽ ഒരു പർപ്പസ്, സന്തോഷം, സാറ്റിസ്ഫാക്ഷൻ, മീനിങ് കണ്ടെത്തുവാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നാം റിയലായ ഡെഡ് ലൈൻസ് ഫോളോ ചെയ്യുന്നുണ്ടോ? ഈ കാര്യങ്ങൾ തീർച്ചയായും ശ്രദ്ധിക്കുകയും നമ്മുടെ ഡ്യൂട്ടിയായി ഈ കാര്യങ്ങൾ ചെയ്യാനും സാധിക്കുമ്പോഴാണ് ഹൈ പെർഫോമർ ആകുന്നത്. ഹൈ പെർഫോമർ ആകുക എന്നുള്ള വഴി അത്ര രസകരമല്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാകാം. അത് ഇൻറ്റൻഷനലായ, ഡെലിബറേറ്റ് ആയിട്ടുള്ള, കോൺഷ്യസ് ആയിട്ടുള്ള ആക്റ്റാണ്, ഒരു വെറും ഹാബിറ്റ് മാത്രമല്ല. 10 ഇരട്ടി മാറ്റം ജീവിതത്തിൽ ഉണ്ടാക്കാം. ലെറ്റ് us aim for 10x growth through habits.